റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വാജി കൈമാറിയതിൽ UDF കാലത്തെ ദേവസ്വം ഭരണസമിതിക്കും തന്ത്രിക്കും കുരുക്കായി. ദേവസ്വം ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. വാജി കൈവശം വയ്ക്കാൻ തന്ത്രിക്ക് അധികാരമില്ല എന്ന ഉത്തരവിലുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ 2012 ഉത്തരവ് ലംഘിച്ചാണ് വാജി കൈമാറിയത്. റഹീസ്, 2012 ഈ ഉത്തരവ് വരുന്നത്. വാജി കൈമാറിയത് 2012 2017 സ്മൃതി വാജിവാഹനം അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി തന്ത്രിയായിരുന്ന രാജീവ് ഖണ്ഡർക്ക് കൈമാറുന്നത്. പക്ഷേ മറ്റൊരു സാഹചര്യത്തിലാണ് ദേവസ്വം കമ്മീഷണർ ഇത് സംബന്ധിച്ച ഉത്തരവ് 2012 പുറത്തിറക്കുന്നത്. അന്ന് ദേവസ്വം സ്വത്തുക്കളുടെ കാര്യത്തിൽ, അതായത് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് സാധനങ്ങൾ മാറ്റുമ്പോഴും പഴയ സാധനങ്ങൾ പുതുക്കുമ്പോഴും എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച തർക്കം നിലനിന്ന സമയത്താണ് 2012 ദേവസ്വം കമ്മീഷണർ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവിറക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് പറയുന്നത്, നിലവിലുള്ളത് പരിഷ്കരിക്കുമ്പോൾ അതുതരം അതേ നിർമ്മാണ സാമഗ്രികൾ തന്നെ ഉപയോഗിക്കണം, ക്രിയകൾ ചെയ്യണം, ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടവ കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നതായ എല്ലാ സാധനങ്ങളും ഭൗതിക വസ്തുക്കളടക്കം കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിയമം കാണേണ്ടതാണ്. അതായത് താന്ത്രിക വിധി പ്രകാരം അതിനു മുമ്പ് ഏതെങ്കിലും വസ്തുക്കൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് കാലാകാലമായി ഇതാണ് കീഴ്വഴക്കം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തു തന്നെ ആയാലും ഇനിയുള്ളതിൽ